the inspection. യെസ്, പ്രധാനമന്ത്രി ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം തുടർന്ന് പതാക ഉയർത്തുന്ന ചടങ്ങുകൾക്കായി മുന്നോട്ട് നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആദ്യം രാജ്ഘട്ടിൽ എത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പാർച്ചന നടത്തി. മഹാത്മാഗാന്ധിജിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ചെങ്കോട്ടയിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. ഒപ്പം അതിനുശേഷം പ്രധാനമന്ത്രി അവിടെ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ സ്വീകരിക്കുകയും പിന്നീട് അദ്ദേഹം ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുകയും ആണ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ചെങ്കോട്ടയിലേക്ക് അദ്ദേഹം തൻ്റെ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തുന്നതിനും അതിനു മുന്നേ പതാക ഉയർത്തുന്നതിനുമായുള്ള ചടങ്ങുകൾക്കായി നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അല്പസമയത്തിനുള്ളിൽ തന്നെ 78ാം സ്വാതന്ത്ര്യദിനത്തിൻ്റെ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകളുടെ ഭാഗമായി ഇപ്പോൾ പതാക ഉയർത്തുന്ന ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി കടക്കും. വിവിധ സ്കൂളുകളിൽ നിന്നും എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളും അതുപോലെ NCC, NSS തുടങ്ങിയ വിഭാഗങ്ങളുടെ പ്രതിനിധികളും ഒക്കെ awaiting the arrival of the Prime Minister at the ramparts, and this is the first level of the ramparts. The Raksha Mantri, the Raksha Rajya Mantri, the three service chiefs and the CDS greet the Prime Minister as is tradition. In fact, today we do more than just observe tradition and ceremony. We momentarily pause and reflect on the true meaning of words that keep punctuating our conversations on every 15th of August, freedom and independence. Words that seem fairly straightforward in their meaning, but are highly nuanced in reality and real life. The endeavor of all governance, policies and programs is to ensure that these values are lived socially, financially and physically. लाल किले की प्राचीर पर विशिष्ट दर्शक दीर्घा, जहां पर केंद्रीय मंत्रिमंडल के सदस्य मौजूद हैं, वरिष्ठ अधिकारीगण, विदेशी राजनयिक और साथ ही हाल ही में संपन्न हुए पेरिस ओलंपिक खेलों में देश को पदक दिलाने वाले वे यशस्वी खिलाड़ी जिन्होंने भारत का परचम फहराया और देश का नाम रोशन किया। 78वें स्वाधीनता दिवस का ये पावन अवसर है। मौसम करवट ले रहा है, थोड़ी बहुत बूंदाबांदी हो रही है, लेकिन देशवासियों का जो संकल्प है, देश के प्रति त्याग और बलिदान, समर्पण की जो भावना है, वो न कभी कम हुई है, न कम होगी। माई भारत का लोगो तिरंगे में समाहित होकर के बहुत ही नयनाभिराम दृश्य प्रस्तुत कर रहा है। आज के इस स्वाधीनता दिवस समारोह को विशेष कलेवर प्रदान कर रहे हैं देश के कोने कोने से पहुंचे हजारों की संख्या में वे प्रतिभागी जिन्होंने भारत सरकार की कल्याणकारी योजनाओं का लाभ उठाया है और देश को आगे बढ़ाने में महत्वपूर्ण भूमिका निभा रहे हैं. ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. 6000-ഓളം വിശിഷ്ടാതിഥികൾ, 18,000-ഓളം പേരാണ് ഇന്ന് ഈ ചടങ്ങുകളിൽ പൂർണ്ണമായും പങ്കെടുക്കുക. നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ത്രിവർണത്താൽ ശോഭിതമാവുകയാണ് ചെങ്കോട്ട. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് അതിമനോഹരമായ ചെങ്കോട്ടയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രധാനമന്ത്രി